Hello everyone. It's my pleasure to welcome you all to this special session of Wednesday Cafe. Today we have with us Shagin Haider, the co-founder of Make My Pass. Ika's journey is remarkable example of innovation and perseverance, and we are thrilled to hear him to share his startup story. So let us give a warm welcome to Ika as he has taken us through the inspiring journey of Make My Pass. Ika, please. Hi. Audible അല്ലേ? അതെ അതെ. ഓക്കെ സോ ഇതൊരു ഫോർമൽ രീതിയിലൊന്നുമല്ല ലൈക്ക് ടേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. സോ ഒരു കാഷ്വൽ ആയിട്ട് ജസ്റ്റ് ഒരു ലൈക്ക് സ്റ്റോറി പറയാന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇന്ററാക്ട് ചെയ്യുക ഒബിയസ്ലി. ലൈക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, റാദർ ദാൻ ഞാനൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെ പറയുന്നത്. ഓക്കെ. സോ ലൈക്ക് എന്നോട് ഇവിടെ പറഞ്ഞൊരു അജണ്ട എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ ഇവിടെ മേക്ക് മൈ പാസ് എന്നൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഒരു ജേർണി ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ബിഫോർ ദിസ് ലൈക്ക് ഞാൻ പേഴ്സണലി വർക്ക് ചെയ്യുന്ന ടെക് ബാക്ക്ഗ്രൗണ്ടിലാണ്. സോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. പിന്നെ അത്യാവശ്യം ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിരുന്നു. അതായത് ലൈക്ക് ഇപ്പോൾ കേരളത്തിലെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസുമായിട്ട് അത്യാവശ്യം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മ്യൂലേൺ ആണെങ്കിലും പൈഗ്രാമേഴ്സ്, ഫോക്സ് ലാബ്, പിന്നെ അങ്ങനെ പല ലൈക്ക് കമ്മ്യൂണിറ്റീസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ലിവറേജ് ആണ്, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഓവറോൾ ഈ ഒരു ജേർണി ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ആൻഡ് നമ്മളിപ്പോ ടീമിലുള്ള മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാം ലൈക്ക് ആ ഒരു ത്രൂ ഔട്ട് കമ്മ്യൂണിറ്റി ജേർണീസ് ലൈക്ക് സർക്കിളിൽ വന്ന ആൾക്കാരാണ്. ആൻഡ് ഹൗ വി സ്റ്റാർട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. ലൈക്ക് ടു ബി ഹോണസ്റ്റ്, നമ്മള് ഒരു ഇനീഷ്യലി ഒരു ടീം ഫോം ചെയ്തിരുന്നു. ലൈക്ക് അതൊരു ഡിഫറെന്റ് പ്രോഡക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു ഡെവ് ടൂൾ ടെക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ടെക്കീസിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂള് ലൈക്ക് സ്ലൈറ്റ്ലി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ലൈക്ക് ഒരു ചെറിയൊരു നമ്മൾ 3-4 പേര് കൂടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തായിരുന്നു ഇവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റില് സ്കെയിൽ അപ്പ് കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു ബിസിനസ് കോൺക്ലേവ് നടക്കുന്നുണ്ടായിരുന്നു ലൈക്ക് ലാസ്റ്റ് ഇയർ ഫെബ്രുവരിയിൽ. അപ്പോ അത് ഹോസ്റ്റ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്നവര് ഈ പറഞ്ഞ ഒരു പേഴ്സണൽ കണക്ട് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവരുടെ ഒരു ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത് നടത്തുന്നവർ പേഴ്സണലി കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അതിനെങ്ങനെ സോൾവ് ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോ വെറുതെ ഒരു പ്രൊഡക്റ്റ് അവരെന്നോട് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി നീഡ് എന്ന് പറയുന്നത് ലിറ്ററലി ഒരു സീറോ ക്യൂ പോലെ. ഇപ്രാവശ്യം സ്കെയിലപ്പ് വരുന്നുണ്ട് February 15 and 16. ഓക്കെ. അപ്പം ലിറ്ററലി ഒരു ക്യൂ ഇല്ലാതെ അത്യാവശ്യം ക്രൗഡ് വരുന്ന ഒരു ഇവന്റ് ആണ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ 6,000-7,000 അറൌണ്ട് റേഞ്ചിൽ പാർട്ടിസിപ്പൻസ് വന്ന ഒരു ഇവന്റ് ആണ്, രജിസ്ട്രേഷൻസ് ഒക്കെ. അപ്പൊ അത്രയും ക്രൗഡിനെ ക്യൂ ഇല്ലാണ്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരൊറ്റ ലൈക്ക് ഭയങ്കര ചെറിയൊരു റിക്വയർമെന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഓക്കെ, അത് വളരെ ഈസിലി ചെയ്യാവുന്ന ഒരു സൊല്യൂഷൻ ആണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് അവർ യൂസ് ചെയ്യാന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് കിട്ടിയതിന് ശേഷം ഒരു ഭയങ്കര ചെറിയ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. അപ്പൊ എന്തായാലും ഒരു സാധനം ഉണ്ടാക്കിയല്ലേ, അപ്പൊ അതിന് വെറുതെ എന്തെങ്കിലും പേരിടാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോ ഫൗണ്ടർ ഉണ്ട്, അതിനാണ് പറഞ്ഞിട്ട്. അപ്പൊ അവനാണ് മേക്ക് മൈ പാസ് എന്നുള്ളൊരു വെറുതെ ഒരു പേരിട്ടു. അപ്പൊ നോക്കിയപ്പോൾ ഡൊമൈൻ അവൈലബിൾ ആണ്. അപ്പൊ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്തു. നമ്മള് അപ്പത്തെ പ്രൈമറി ഫോക്കസ് ഒരു ഡിഫറെന്റ് പ്രൊഡക്റ്റിലായിരുന്നു. അപ്പം ഇതിനു വേണ്ടിയിട്ട് അപ്പൊ നമ്മളൊരു ഒരു സാസ് പ്രൊഡക്റ്റ്, അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, നമ്മളൊരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് ആക്ച്വലി. ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്പ് ആണ് ഇപ്പൊ ആസ് ഓഫ് നൗ. അപ്പോൾ ഒരു 2 പേജ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെ ഒരു മെയിലിൽ ടിക്കറ്റ് പോകും. ആ ടിക്കറ്റ് വെച്ചിട്ട് ഇവിടെ സ്കാൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വളരെ ചെറിയൊരു സൊല്യൂഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത സമയത്ത് ഇതിനൊരു ആഡ് ഓൺ ആയിട്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഒരു ഗെയിമിഫിക്കേഷൻ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ഭാഗത്ത് ആൾക്കാർ കയറി വരുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു LED വാൾ സെറ്റ് ചെയ്തിട്ട് ഓരോരുത്തരെ സ്കാൻ ചെയ്യുന്ന സമയത്തും അവരെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നതിന്റെ പാർട്ടായിട്ട് ആ LED വാളിൽ ഓരോരുത്തരുടെ പേര് വെച്ച് ഒരു പോപ്പറൊക്കെ വന്ന് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ലൈക്ക് ഇപ്പോ ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ വെൽക്കം ഷഹീം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോപ്പറൊക്കെ വരും. പിന്നെ അവിടെ ലൈവായിട്ട് ഇപ്പൊ എത്ര പേര് ഇവിടെ ഉണ്ട്, ആൻഡ് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എത്ര വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, എത്ര ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, ഇതിന്റെ ഒരു സ്പ്ലിറ്റും അവിടെ പബ്ലിക്കലി റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു രണ്ട് സാധനത്തിന് ഒരു എന്താ പറയാ, നമ്മളൊരു ഫസ്റ്റ് ഇവന്റ് ആണ്. നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു തലേന്ന് രാത്രി ആയിരിക്കും മേ ബി അത്രയും ആ ഇവന്റിലോട്ട് യൂസബിൾ ഫോർമാറ്റിലോട്ട് എത്തിച്ചതെന്ന് മേ ബി പറയാം. മേ ബി ഒരു 2 വീക്സിന്റെ ഒരു വർക്ക് ആയിരിക്കും അന്നത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്.
അപ്പോ അവിടുന്ന് ഈ ഒരു രണ്ട് ആസ്പെക്ടിന് ആ ഒരു LED വാൾ അവിടെ സെറ്റ് ചെയ്തതും ഈ വെൽക്കം സ്ക്രീനും ആ ഒരു ലൈവ് ഇൻസൈറ്റും ഈ രണ്ട് സാധനത്തിന് ഒരു അത്യാവശ്യം ഒരു ട്രാക്ഷൻ കിട്ടി അവിടെ. അതായത് ഇപ്പോ പിന്നെ അവിടെ തന്നെ പലവരും ആരാണ് ഇതിന്റെ ക്രിയേറ്റേഴ്സ് നമുക്ക് ചോദിച്ച് ലൈക്ക് ജസ്റ്റ് പേഴ്സണലി വന്ന് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഫോമിലെത്തി. അപ്പോ നമ്മൾ ആക്ച്വലി ആ ഒരു സമയത്ത് എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇത് ഇങ്ങനെ ഒരു ചെറിയ ടൂൾ വെറുതെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ലീവ് ചെയ്യുക ആൻഡ് ലൈക്ക് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു മോഡലായിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ചൊരു എൻക്വയറീസ് സാധനങ്ങൾ വന്നപ്പോ നമ്മൾ ലൈക്ക് വെറുതെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്താലോ എന്ന് ആലോചിച്ച് തുടങ്ങിയതായിരുന്നു ആക്ച്വലി. അപ്പോ പിന്നീട് അതിനുശേഷം അവിടുത്തെ അവിടെ വന്ന ആൾക്കാരും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു റെഫറൻസ് ത്രൂ ഒന്ന് രണ്ട് ചെറിയ അങ്ങനത്തെ ഇവന്റ്സ് നടന്നു. ആൻഡ് അപ്പൊ നമ്മള് ഒന്നും കൂടെ ലൈക്ക് ഓക്കെ പിന്നെയും നടന്നല്ലോ ഒന്ന് രണ്ട് സാധനം കൂടെ. അപ്പം ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താലോ, അല്ലെങ്കിൽ ഈ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് പിന്നെ കുറെ സംഭവങ്ങൾ. അതായത് ഇപ്പം ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഡീപ്പായിട്ട് നോക്കിയ സമയത്ത് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതായത് ഒരു ലൈക്ക് ഇപ്പൊ കേരളത്തിൽ തന്നെ മിനിമം ഒരു 10-20 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും ആക്ച്വലി. അത്രയും ഒരു ക്രൗഡിയസ്റ്റ് മാർക്കറ്റ് ആണ് മേ ബി പറയാം. പക്ഷെ പലവരും പല സ്റ്റേജിലാണ് അല്ലെങ്കിൽ പല റേഞ്ചിലാണ് എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട്. അപ്പൊ അതെപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നോക്കേണ്ട കുറെ എലമെന്റ്സ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതിലും ഇമ്പോർട്ടന്റ് ഇപ്പൊ നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇപ്പൊ ഞാനൊക്കെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് അൾട്ടിമേറ്റ്ലി അത് റവന്യൂ ജനറേറ്റ് ആണ്. അതായത് ഇപ്പം ഇനീഷ്യലി ഭയങ്കര റവന്യൂ ജനറേറ്റബിൾ അല്ലെങ്കിലും ഓവർ ദ ടൈം അത് സ്കെയിൽ ചെയ്യാൻ പറ്റണം, ഇന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മാർക്കറ്റ് റവന്യൂ ജനറേറ്റബിൾ മാർക്കറ്റ് ആണോ, അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ എത്രത്തോളം ടാം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ അത് നോക്കിയ സമയത്ത് ഇത്ര കുറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ആൻഡ് മെജോറിറ്റി ആർ മേക്കിംഗ് റവന്യൂ ആൻഡ് ലൈക്ക് സോ ഇതൊക്കെയാണ് നമ്മൾ അന്ന് കുറച്ച് ഫൈൻഡ് ചെയ്ത സൊല്യൂഷൻ അല്ലെങ്കിൽ ലൈക്ക് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഭയങ്കര ഒരു ബൂമിങ് ഇൻഡസ്ട്രി ആയിരുന്നു. ലൈക്ക് ഓവർ ദ ടൈം അതിന്റെ ഒരു ട്രെൻഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുന്നുണ്ട്. പിന്നെ കുറച്ചുണ്ടായിരുന്ന അസംഷൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റ്സ് എന്ന് പറയുന്ന മാർക്കറ്റ് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഇപ്പൊ AI VR എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഓവർ ദ ടൈം ആൾക്കാർക്ക് ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ്, ഫിസിക്കൽ പ്രസൻസ് അവിടെ നടക്കും എന്നുള്ളതാണ് വാട്ട് വി അസ്യൂം. അപ്പം എന്തൊക്കെ ടെക്നോളജി വന്നു കഴിഞ്ഞാലും ഇപ്പൊ AI വന്നു കഴിഞ്ഞാലും AI റിലേറ്റഡ് ഇവന്റ്സ് നടക്കും, അല്ലെങ്കിൽ ലൈക്ക് ഇവന്റ്സ് വിൽ ഹാപ്പൻ എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അതാണല്ലോ നമ്മളൊരു മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് ചിലപ്പോ മേ ബി ഓവർ ദ ടൈം ചിലപ്പോ അത്രത്തോളം ഒരു എന്താ പറയാ സൊല്യൂഷൻ സോൾവ് ചെയ്യുന്നത് നിന്ന് മാറിയേക്കാം. ബട്ട് ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം റവന്യൂ ജനറേറ്റബിൾ ആണ് എന്നുള്ളതിനും ആദ്യം നോക്കിയത്. അപ്പൊ ലൈക്ക് ഒരു പോസിറ്റീവ് സൈനാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ലൈക്ക് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും നമ്മൾ വേറൊരു പ്രോഡക്റ്റിൽ ട്രൈ ചെയ്യാൻ നിന്നതാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് ക്ലയൻസ് എങ്കിലും യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു കാലം കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോ ഒരു മാസം ഒരു 2 ഇവന്റോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പിന്നെ നടക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളൊരു മെയ് സമയമൊക്കെ എത്തിയപ്പോഴാണ് ലൈക്ക് ഓക്കെ നമ്മൾ ഇതിൽ തന്നെ ഫുള്ളി സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുത്തത്. ആൻഡ് ആ ഒരു സമയത്താണ് നമ്മൾ ലീഗൽ എൻറ്റിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ആൻഡ് സോ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് മേക്ക് മൈ പാസ് ആണ്. പക്ഷെ നമ്മൾ ഹ്യൂമൻസ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ലീഗൽ എൻറ്റിറ്റിയിലാണ് ഫോം ചെയ്തത്. സോ അത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് ഇവൻ ദോ നമ്മൾ ലൈക്ക് ഓൺ എ പീരീഡ് ഈ ഒരു പ്രൊഡക്റ്റിന് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ലീഗൽ എൻറ്റിറ്റി ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല നല്ലൊരു കൺസെപ്റ്റിൽ തുടങ്ങിയതായിരുന്നു അന്ന്. ആൻഡ് അപ്പൊ ആ ഒരു ജേണിയിൽ അങ്ങനെ കുറച്ചു കാലം പോയി. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ലൈക്ക് നമ്മൾ കണക്ട് ത്രൂ ഉള്ള മാത്രം ഇവന്റ്സ് ആയിരുന്നു നടന്നിരുന്നത്. നമ്മൾ ഡയറക്ട്ലി മുന്നേ ഇൻവോൾവ് ചെയ്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരെ നടത്തുന്ന എന്തെങ്കിലും പരിപാടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലൈക്ക് അപ്പോൾ ആ ഒരു പേഴ്സണൽ കണക്റ്റിന്റെ പുറത്ത് മാത്രം അവര് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ലൈക്ക് മാക്സിമം 3 ഇവന്റ്സ് ഒക്കെയാണ് ലൈക്ക് എനിക്ക് തോന്നുന്നു പല ഇനീഷ്യൽ സമയത്തും നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ പിന്നെ നമ്മൾ പ്രൊഡക്റ്റിനെ ഇറ്ററേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിന്റെ ഇടയിൽ കുറച്ച് ഒന്ന് രണ്ട് ബിഗർ ഇവന്റ്സ് ക്ലോസ് ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു ജേണിയിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് ലൈക്ക് ഒരു സ്ലൈറ്റ്ലി നമ്മളൊരു ക്ലയൻസിന്റെ ഒരു കേർവ് മുകളിലോട്ട് വരാൻ തുടങ്ങിയത്. ആൻഡ് ഇപ്പൊ ലാസ്റ്റ് ഫ്യൂ മന്ത്സിൽ ഒരു ലൈക്ക് നിയർലി 40 ഇവന്റ്സ് നടന്നിട്ടുണ്ട്. ആൻഡ് ഈ മാസം ലൈക്ക് ഇപ്പോ ഓൾമോസ്റ്റ് മിഡിൽ ആയിട്ടുള്ളൂ. ലാസ്റ്റ് മന്ത് നടന്നതിലും കൂടുതൽ ഇവന്റ്സ് ഈ മാസം ഓൾറെഡി ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അപ്പം അതാണ് ലൈക്ക് ഒരു ഓവറോൾ ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇനീഷ്യലി ഭയങ്കര സ്റ്റീപ്പ് അല്ലെങ്കിൽ ഒരു സ്ലോ പേസിലായിരുന്നു. അപ്പൊ ഇതാണ് ഒരു സാസ് പ്രൊഡക്റ്റിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ലൈക്ക് വൺസ് നമ്മളൊരു കേവ് മുകളിലോട്ട് വരാൻ തുടങ്ങിയ സമയത്ത് ഇപ്പൊ ഡീസെന്റ്ലി വരുന്നുണ്ട്.
ആൻഡ് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു ഡീസന്റ് ഒരു ബ്രാൻഡിങ് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ, അതായത് കസ്റ്റമേഴ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കണം എപ്പോഴും. അപ്പൊ ഇവൺ ദോ നമുക്ക് ചെറിയ ലോസ് വന്നു കഴിഞ്ഞാലും അവിടെ ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന സംഭവമുണ്ട്. അപ്പോ പിന്നെ നമ്മൾ ഇതുവരെ ഇനീഷ്യലി നമ്മൾ ഫുൾ ഔട്ട് ബൗണ്ട് സെയിൽസ് ആയിരുന്നു. അതായത് ഔട്ട് ബൗണ്ട് സെയിൽസ്, ഇൻബൗണ്ട് സെയിൽസ് ആണ് രണ്ട് അപ്രോച്ച് ഉണ്ട്. ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്ത് യൂസ് ചെയ്യണമെന്ന് ചോദിക്കാറാണ്. അപ്പോ ഒരു ലാസ്റ്റ് ഫ്യൂ മന്ത്സ് മുന്നേ വരെ ഔട്ട് ബൗണ്ട് ആയിരുന്നു ഭയങ്കര മെജോറിറ്റി, 90% ഔട്ട് ബൗണ്ട് ആയിരുന്നു. ഇൻബൗണ്ട് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ലൈക്ക് കൈൻഡ് ഓഫ് ഓപ്പോസിറ്റ് ആണ്. അതായത് മെജോറിറ്റി ഇൻബൗണ്ട് ആണ് ഇപ്പൊ നടക്കുന്നതിൽ. അതായത് ഇങ്ങോട്ടാണ് കൊറിയർസ് വരുന്നത് ആൻഡ് ഔട്ട് ബൗണ്ട് കുറവാണ് കൈൻഡ് ഓഫ്. കാരണം ഡെയിലി പറഞ്ഞ ഒരു 1-2 ഇൻബൗണ്ട് കോൾസോ എന്തെങ്കിലും ആയിട്ട് വരും. അപ്പം ആ ഒരു ഫേസ് ആണ് കൈൻഡ് ഓഫ്. പിന്നെ ഈ ഒരു ജേർണിയിലുള്ള കുറച്ച് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ പോലത്തെ ടെക്കീസ്, അപ്പൊ ഞങ്ങളൊരു ടെക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കോ ഫൗണ്ടേഴ്സ് 4 പേരാണ്. അതിൽ 3 പേര് ടെക് ബാക്ക്ഗ്രൗണ്ടും ഒരാള് ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് ആരും ഒരു ഓണ്ടർപ്രണർ ബാക്ക്ഗ്രൗണ്ട് എന്നോ അല്ലെങ്കിൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് എന്നോ സെയിൽസ് ബാക്ക്ഗ്രൗണ്ട് എന്നോ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് ആക്ച്വലി ഒരു മിസ്സിംഗ് തന്നെയാണ്. അപ്പൊ നമ്മളെ ഈ ടെക്കീസിന്റെ കുറെ അസംഷൻസും കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് അത്രത്തോളം മിസ്റ്റേക്സ് വരുത്തിയില്ല. പക്ഷെ ഈവൻ ദോ നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ നമ്പർ 1 തിങ് പറയുന്നത്, നമ്മളെപ്പോഴും ഈ ടെക്കീസിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റിലായിരിക്കും ഫോക്കസ്ഡ് ആയി ഉണ്ടാവും. അതായത് നമ്മളെ പ്രൊഡക്റ്റിൽ കുറെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഭയങ്കര ഒരു ഇൻഡ്യൂഷൻസും അസംഷൻസും ഉണ്ടാവും. പക്ഷെ ഇത് ആക്ച്വലി ആൾക്കാർക്ക് ആവശ്യമാണോ എന്നുള്ള ഒരു ഭയങ്കര ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അത് എന്തിനാ ആൾക്കാർ ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് ആക്ച്വലി അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ ആദ്യം കീപ്പ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് വിഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു വിഷനിലുള്ള പല ഫീച്ചേഴ്സ് നമ്മൾ പിച്ച് ചെയ്യും ആദ്യം ക്ലയൻസിന്റെ അടുത്ത്. എന്നിട്ട് അവർക്ക് അത് വേണമെന്ന് രണ്ടാളെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമ്മളത് ബിൽഡ് ചെയ്യുള്ളൂ എന്നുള്ളൊരു സംഭവം ഡീസെന്റ് നമ്മൾ കീപ്പ് ചെയ്ത് വരാറുണ്ട്. പക്ഷെ ചില ഫീച്ചേഴ്സ് നമുക്ക് ഇറ്റ് വിൽ വർക്ക് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ബിൽഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്കൊരു ഈ ഒരു ഗ്രോത്തിന്റെ അല്ലെങ്കിൽ ഒരു കർവിന്റെ ഒരു സ്റ്റീപ്പ് വന്ന് തന്നെ ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, നമ്മള് 4 പേരിൽ 3 ടെക്കും ഒരാൾ ഡിസൈനും ആയിരുന്നു. ഇതിൽ നമ്മൾ ഒരാളെ കംപ്ലീറ്റ്ലി ടെക്ക് എന്ന് മാറ്റിയിട്ട് സെയിൽസിലോട്ട് ഇരുത്തി. അതായത് സെയിൽസ് എന്ന് പറഞ്ഞ റോൾ വേറെ ഒന്നുമല്ല, അതായത് സാധനം വിൽക്കുക എന്നുള്ളതാണ് ബേസിക്കലി. ഇപ്പൊ ഈ സെയിൽസ് റോൾ എന്ന് പറയുന്നത് നമ്മൾ ടിപ്പിക്കലി ആൾക്കാര്, അതെ, അപ്പൊ അതിനാലാണ് നമ്മളെ സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ടിപ്പിക്കലി ആൾക്കാര് സെയിൽസ് എന്ന റോളിനോട് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു ട്രെൻഡ് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ഒരു ബാഡ് റോളായിട്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്യുക. പക്ഷെ ആക്ച്വലി ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ഉണ്ടെങ്കിലാണ് എന്തും നടക്കുള്ളൂ. അതായത് ഇപ്പം എത്ര വലിയ എഞ്ചിനീയറോ ഡിസൈനറോ ആരുണ്ടെങ്കിലും ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തില്ല, ആൾക്കാർ അത് പർച്ചേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ പിന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരാളെ സെയിൽസിലോട്ട് ഫുള്ളി മാറ്റി. അതായത് ഇപ്പൊ നീ നാളെ മുതൽ ടെക്കിലൊന്നും ചെയ്യണ്ട, അടുത്ത ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ആസ്പെക്ട് മാത്രം ചെയ്യാന്ന് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരു എന്താ പറയാ അത്യാവശ്യം ഒരു ക്ലയന്റ് ഓൺ ബോർഡിംഗ് ആണെങ്കിലും ആ ഒരു സ്റ്റീപ്പും കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങിയത്. അപ്പൊ അതൊരു ഭയങ്കര എവിഡന്റ് സംഭവമായിരുന്നു നമ്മളൊരു ജേണിയില്. കാരണം അത്രയും കാലം നമുക്ക് അറിയാവുന്ന കുറച്ച് പേരിനർത്ഥം എന്തെങ്കിലും കുറച്ച് ചെറിയ ഇവന്റ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആഫ്റ്റർ ദാറ്റ് അവര് ഭയങ്കര ഡിഫറൻസ് വരാൻ തുടങ്ങി. ഇപ്പൊ ഇൻബൗണ്ട് എൻക്വയറീസ് വരാൻ തുടങ്ങിയത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഈ ഈ സെയിൽസിൽ ഒരാൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നപ്പോൾ ആളുടെ പണി 2 പണിയേ ഉള്ളൂ. ഒന്ന് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക, പിന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനോട് കോൺസ്റ്റന്റ്ലി അവരെ ഇവന്റ് തീരുന്നവരെ ഇപ്പൊ നമ്മളെ റിലേറ്റഡ് അല്ലെങ്കിലും അവർക്ക് കൈൻഡ് ഓഫ് എന്തെങ്കിലും ഹെൽപ്പോ സപ്പോർട്ടോ വേണമെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കസ്റ്റമർ സപ്പോർട്ട് പ്ലസ് സെയിൽസ് ആ ഒരു, അതായത് 24 മണിക്കൂർ ഫോണിലുള്ള ഒരു പണികളായിരിക്കും. അപ്പൊ അതിനായിട്ട് ഒരാളെ ഡെഡിക്കേറ്റ് ചെയ്ത് ഇരുത്തിയപ്പോ ഈ വന്ന കസ്റ്റമേഴ്സിൽ ഒരു 100% ഭയങ്കര നല്ല ഫീഡ്ബാക്സ് വരാൻ തുടങ്ങി. അവര് റെഫർ ചെയ്യാൻ തുടങ്ങി ബാക്കിയുള്ള ആൾക്കാരെ. സോ അവരുടെ റെഫറൽ ത്രൂ കുറെ വരാറുണ്ട്. പിന്നെ കുറെ റിക്കറിംഗ് ഇവന്റ്സിനെ ഫൈൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ആരും കേൾക്കാത്തയും അല്ലെങ്കിൽ കാണാത്തൊക്കെ പല ഇവന്റ്സാണ് ഇപ്പൊ ലൈക്ക് സെയിൽസിൽ ഇരിക്കുന്ന ആളിപ്പോ ഫൈൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു സിംഗിൾ പേഴ്സൺ സെയിൽസ് ഇതുവരെ. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ റീസെന്റ് ചെയ്തത് സെയിൽസ് ടീമിൽ ആൾക്കാരെ ആഡ് ഓൺ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവിടെ തന്നെ നമുക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിൽസിൽ എക്സ്പീരിയൻസ് ഇല്ല. അതായത് ഭയങ്കര ബിഗിനറാണ്. ഇപ്പൊ ഇവനാണെങ്കിലും സെയിൽസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഒരൊറ്റൊരാളെ പുതിയതായിട്ട് ഇപ്പൊ റീസെന്റ് ആഡ് ചെയ്തു. അപ്പൊ ഇറ്റ് വിൽ ടേക്ക് ടൈം, അത് ആൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഓറിയന്റഡ് രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. പിന്നെ ജനറലി ഷെയർ ചെയ്യാനുള്ളത്, അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് ഒരു ടെക് പ്രൊഡക്റ്റ്, എസ്പെഷ്യലി ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്, ലൈക്ക് സ്ട്രെസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഈ ടെക്കി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാകുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാതെ കുറച്ചുകൂടെ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്ത് അവരുടെ ആവശ്യം മനസ്സിലാക്കി
പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ബിസിനസ് ചിലപ്പോൾ സൂപ്പർ പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ ആൾക്കാർ അതിന് പേ ചെയ്യും. ആ പേ ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി ആണോ, ആ ഇൻഡസ്ട്രി ഉണ്ടോ, അതായത് ചിലപ്പോ കേരളത്തിൽ ആരും പേ ചെയ്യില്ലായിരിക്കും, പക്ഷെ മേ ബി ഔട്ട് ഓഫ് ഇന്ത്യ ചിലപ്പോൾ ആൾക്കാർ പേ ചെയ്ത് യൂസ് ചെയ്യാമായിരിക്കും. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. പിന്നെ ആസ് ഓഫ് നൗ നമ്മൾ ലൈക്ക് മെജോറിറ്റി കേരളയിലാണ് സെർവ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് കേരള അല്ല നമ്മുടെ പ്രൈമറി മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് ഒബ്വിയസ്ലി അറിയാം. നമ്മളൊരു ലൈക്ക് നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അത് പിന്നെ ഇനീഷ്യലി നമ്മൾ കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിൽ കുറെ ബഗ്സ് ഉണ്ടാകും, കുറെ ഇഷ്യൂസ് ഉണ്ടാകും. അപ്പൊ ഇതിനെല്ലാം റിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ക്ലയൻസ് തന്നെയാണ്, ഒരു ഇനീഷ്യൽ സെറ്റ് ഓഫ് ക്ലയൻസ് ആണ്. അപ്പം അതിനെ വെച്ച് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ഒരു ഡീസന്റ് സ്റ്റേജ് എത്തി നമ്മളും ഈ സെയിൽസും മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു ഫേസ് എത്തുമ്പോൾ ഔട്ട് ഓഫ് കേരള പോകണം, പിന്നെ ദെൻ ഔട്ട് ഓഫ് ഇന്ത്യ പോകുന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഓൾസോ കുറച്ച് ക്ലയൻസ് ഉണ്ട് ഇതുപോലെ. ലൈക്ക് നമ്മൾ ഇതുവരെ ഔട്ട് ഓഫ് കേരള ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബാംഗ്ലൂർ അങ്ങനത്തെ ഒരു മാർക്കറ്റ് ആണ്. ലൈക്ക് കേരളത്തിനെക്കാട്ടും കുറച്ചുകൂടെ ക്രൗഡിയസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റുമാണ്. ലൈക്ക് ഈ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിലും ലൈക്ക് എന്തുകൊണ്ടും. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ട്. പിന്നെ ജനറലി നിങ്ങൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പലരും ബിൽഡ് ചെയ്യുന്നതിനെ പേഴ്സണലി കാണാറുണ്ട്, പ്രൈസ് കുറച്ച് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമായിരിക്കും USP. അത് USP എന്ന് വെച്ചാൽ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയും. അതായത് ലൈക്ക് വൈ ഷുഡ് സമൺ ബൈ യുവർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൈസ് കുറച്ച് ബിൽഡ് ചെയ്താലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അടുത്ത പ്രൊഡക്റ്റ് പ്രൈസ് കുറഞ്ഞ് ബിൽഡ് ചെയ്യും. അപ്പോൾ പ്രൈസ് ആയിരിക്കരുത് നിങ്ങളെ USP, പക്ഷെ ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് കുറക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. പക്ഷെ നിങ്ങൾ ആ പ്രൈസ് ഒരു ഒരു റീസണബിൾ റേഞ്ചിലോട്ട് ഇൻക്രീസ് ചെയ്താലും അവരെല്ലാം അവിടെ റീറ്റെയിൻ ചെയ്യും എന്നുള്ളത് ഉറപ്പാണെങ്കിൽ, അപ്പോൾ ഒരു പ്രൊമോഷന്റെ ആസ്പെക്ടിൽ പ്രൈസ് കുറക്കുക, പക്ഷെ അതൊരിക്കലും USP ആക്കരുത്. ഇല്ലെങ്കിൽ പ്രൈസ് കുറച്ചൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് അതൊന്നൊരു USP ഫിഗർ ഔട്ട് ചെയ്താലും മതി. അപ്പോൾ അതൊരു ഡിഫറെന്റ് അപ്രോച്ച് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇനീഷ്യലി അസ്യൂം ചെയ്യുന്നത് ഒന്നുമല്ല റിയാലിറ്റി എന്ന് പറയുന്നത്, അതൊക്കെ വെറും അസംഷൻസ് ആണ്. ഇപ്പൊ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെയാണ് ആൾക്കാരുടെ പ്രശ്നങ്ങളും ആൾക്കാരുടെ പ്രോബ്ലംസും റിയാലിറ്റിയും എല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്ട് എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക. പിന്നെ വേറൊരു റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു 2-3 ഫൗണ്ടേഴ്സ് ഉണ്ടാവും എല്ലാ കമ്പനിയിലും. അവരല്ല ഒരു കമ്പനിനെ ബിൽഡ് ചെയ്യുന്നത്, ഇതിനൊരു ഫൗണ്ടിങ് ടീം ഉണ്ടാവും. അതായത് ലൈക്ക് ഇപ്പം എന്താ പറയുക, ഫൗണ്ടിങ് ടീം എന്ന് ഉദ്ദേശിച്ച ഫൗണ്ടേഴ്സ് എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു ലീഗൽ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതല്ല. നമ്മളൊരു എല്ലാ ടീമിലും ഇനീഷ്യൽ അവിടെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവിടെ ഒരു ടീമിൽ ജോയിൻ ചെയ്യുന്ന ഈ ആൾക്കാരാണ് ആക്ച്വലി ഈ ഒരു എൻറ്റയർ പ്രൊഡക്ഷനിൽ കമ്പനിനെ ബിൽഡ് ചെയ്യുന്ന ഒരു ഭയങ്കര റിയാലിറ്റിയാണ്. അപ്പൊ ആ ആൾക്കാർ ആ രീതി തന്നെ ട്രീറ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിലുള്ള മിക്കവാറും ആൾക്കാർ എന്തെങ്കിലും ഒരു ഓൺടർപ്രണർ ആസ്പിറേഷൻ ഉള്ളവരാവുന്നതാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആസ്പെക്ടിൽ പറയുന്നതാണ്. അപ്പൊ ആ ടീമിനെ ലൈക്ക് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുക, അല്ലെങ്കിൽ കെയർ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. കാരണം അവര് നമ്മൾ ഒന്നും അല്ലാത്തൊരു ഫേസിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ വന്നതാണ്. അപ്പം ഒന്നെങ്കിൽ നമ്മുടെ ടീമിലുള്ള ഒരു എന്താ പറയുക ട്രസ്റ്റ് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് എന്തോ സംഭവം ആവും എന്നുള്ള ഒരു അസംഷനിലായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും ആവില്ല. അപ്പൊ നമ്മൾ ഇനീഷ്യൽ ഒക്കെ ഉള്ള കുറച്ച് പേരൊക്കെ വന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കണക്റ്റിലുള്ളവർ മാത്രമേ നമ്മുടെ ടീമിലുള്ളൂ, ഒരു പബ്ലിക് ഹയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇനീഷ്യലി ഒക്കെ നിങ്ങളൊരു സാധനം ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരാണ് നമ്മുടെ ഇപ്പൊ മിക്കവാറും ഉണ്ട് ടീമിലുള്ള ആൾക്കാരൊക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ടീമാണ്. അപ്പൊ അത് നമുക്ക് കിട്ടിയൊരു ഭയങ്കര ലിവറേജ് ആണ്, എല്ലാവർക്കും കിട്ടാത്തൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മുടെ ടീമിലുള്ള മിക്ക ആൾക്കാരും ഒരു സംഭവം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോൾ വെറുതെ കളിച്ചു നടക്കും. അപ്പോ പക്ഷേ ഒരു എന്തെങ്കിലും ഒരു സീരിയസ് വർക്കിന്റെ സമയത്ത് അതുപോലെ എല്ലാവരും ഇരുന്ന് വർക്ക് ചെയ്യുകയും ചെയ്യും. അതായത് ഇപ്പം മേ ബി ഇപ്പൊ രാത്രിന്നോ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത്രയും സിവിയർ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ കമ്മിറ്റഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഭയങ്കര ട്രസ്റ്റ്ഫുൾ ഒരു സൂപ്പർ ഒരു ടീമിനെ കിട്ടി എന്നുള്ളതാണ് ലൈക്ക് ഈ ഒരു സംഭവം ബിൽഡ് ചെയ്യാൻ പറ്റിയ ലൈക്ക് ഒരു ഏക റീസൺ എന്ന് പറയുന്നത്. അപ്പം അവര് നമ്മൾ തിരിച്ച് എപ്പോഴും കാറ്റർ ചെയ്യാന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് ടൂർ പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവന്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഈ വലിയ വലിയ ഇവന്റ്സ് നടത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവന്റിൽ വിസിറ്റ് ചെയ്യാറുണ്ട് വെറുതെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരുടെ ടീമായിട്ട് അങ്ങനെ പോകും, അവിടെ കുറച്ച് ദിവസം അവിടെ നിൽക്കും, പിന്നെ വേറെ എവിടെയെങ്കിലൊക്കെ വെറുതെ കറങ്ങാൻ പോകും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഇന്നവേ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ആ ദിവസം ചിലപ്പോൾ വേറെ ഡെവലപ്മെന്റ് ഒന്നും നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പം അത്രത്തോളം എഫിഷ്യന്റ് ഡേയ്സ് ആവില്ല. പക്ഷെ അത് ആക്ച്വലി അതാണ് എഫിഷ്യന്റ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ആൾക്കാർക്ക് ഫ്രീ ടൈമും ലേസർ ടൈമും ഉണ്ടാവണം, അപ്പോഴായിരിക്കും ആൾക്കാർ അത് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മൾ ഡെയിലി ലീവ് ചെയ്യുന്നതിനകത്താണല്ലോ. അപ്പൊ അങ്ങനെ കുറെ ആസ്പെക്ട് നമ്മൾ നോക്കാറുണ്ട്. ഇത് പലരും പല കൾച്ചറാണ് ഫോം ചെയ്യാറ്. അപ്പൊ അങ്ങനെ പിന്നെ മെയിൻ ആയിട്ട് ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണ് ലൈക്ക് ജനറലി ചെയ്യാനുള്ളത്. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം മാർക്കറ്റിനെ മാക്സിമം സ്റ്റഡി ചെയ്യാൻ നോക്കുക.
പിന്നെ വേറൊരു ആസ്പെക്ട് ഉണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയും നിങ്ങൾ അത്രയും മാർക്കറ്റ് റിസർച്ച് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയും റൂളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണെങ്കിലും ദാറ്റ് ഈസ് ഓക്കെ. അതായത് ഇപ്പം ഒരു മാർക്കറ്റ് റിസർച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഒരു ഷിറ്റിയസ്റ്റ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ഷിപ്പ് ചെയ്താലും അതിന് ഇഷ്ടം പോലെ ലേണിംഗ് കിട്ടും. അങ്ങനെ ചിലപ്പോൾ ഒരു 5 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇതെല്ലാം ലേൺ ചെയ്യാം. അപ്പം ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് എന്തെങ്കിലും സാധനം ബിൽഡ് ചെയ്ത് ഷിപ്പ് ചെയ്ത്, പിന്നെ ഷിപ്പ് ചെയ്ത് നിർത്തരുത്, അത് ആൾക്കാരെ ഉപയോഗിപ്പിക്കാൻ നോക്കുക എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. ഇപ്പൊ പണ്ട് കണ്ടിരുന്ന ഒരു ട്രെൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറെ ബിൽഡ് ചെയ്യും പക്ഷെ ഷിപ്പ് ചെയ്യൂല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഡീസെന്റ് ആൾക്കാർ കേരളത്തിൽ ഷിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്ലയൻസ് ആ ഒരു ആസ്പെക്ട് തീരെ നോക്കുന്നില്ല. പക്ഷെ അതിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫോക്കസ് ചെയ്യുക കുറച്ചുകൂടെ. അതായത് ഇപ്പോ നമുക്ക് ഈ പ്രൊഡക്റ്റ് വർക്ക് ആവുന്ന ഭയങ്കരമായുള്ള ഇൻഡ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഫോക്കസ് ചെയ്യാം. ഞങ്ങൾ ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ലാസ്റ്റ് 2 months മുന്നേ വരെ എന്താ പറയാ ഒരു ഭയങ്കര ട്രാക്ഷനോ റവന്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പം പക്ഷെ നമുക്ക് അവിടെ ഒരു കുറെ നമ്മൾ നോക്കിയ മെട്രിക്സും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് സംഭവം ഇറ്റ് വിൽ വർക്ക് എന്നുള്ളൊരു സാധനം. ഇപ്പോഴും ഭയങ്കര സംഭവം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ആ ഒരു ഫേസിൽ നിന്ന് ഒരു ഭയങ്കര സ്റ്റീപ്പ് ഗ്രോത്ത് ഇപ്പൊ ഒരു റീസെന്റ് കുറച്ച് ഡേയ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഒരു ബ്രാൻഡ് അവയർനെസ്സും ഡീസെന്റ്ലി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആസ്പെക്റ്റാണ്. പിന്നെ ഒരൊറ്റ പോയിന്റ് കൂടെ പറയാം, എന്നിട്ട് ലൈക്ക് ഐ തിങ്ക് ഒരു Q&A പോകാം. അപ്പോ പിന്നെ ജനറലി നിങ്ങൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് എസ്പെഷ്യലി ഇപ്പൊ ഒരു സാസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞൊരു ആസ്പെക്ടിൽ, സാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ആയിരിക്കും പ്രൈമറി സൊല്യൂഷൻ. അതായത് നമ്മളിപ്പോ ഈ കമ്പനീസ് 2 ടൈപ്പ് ഉണ്ട്. സോഫ്റ്റ്വെയർ കമ്പനീസ് തന്നെ പ്രൊഡക്റ്റ് കമ്പനി, സർവീസ് കമ്പനി എന്ന് പറയും. അതിൽ സർവീസ് കമ്പനി എന്ന് പറയുന്നത് വേറൊരാളുടെ റിക്വയർമെന്റ് നമ്മളൊരു കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അവിടുത്തെ ഒരു പ്രൈമറി തിങ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും പ്രൊഡക്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റിനെ വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് കമ്പനി എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് സാസ് കമ്പനി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് 2 രീതിയിലുള്ള ആൾക്കാരിലോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇതിന് 2 വേ ആണ് ജനറലി ഉള്ളത്. ഒന്ന് PLG SLG എന്ന് പറയും. പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് എന്ന് പറയും, സെയിൽസ് ലെഡ് ഗ്രോത്ത് എന്ന് പറയും. അപ്പം പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റോ വാട്സപ്പോ അങ്ങനെ എന്തെടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ആരും നമ്മുടെ അടുത്ത് ആരും വന്നത് പിച്ച് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് ചാറ്റ് ചെയ്യാൻ ഭയങ്കര സൂപ്പർ ടൂളാണെന്നൊന്നും ആരും വന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു നമ്മളായിട്ട് അത് കണ്ടുപിടിച്ച് നമ്മളത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ടൂൾസ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബിൽഡ് ചെയ്യുന്ന ടൂൾസിനാണ് പ്രൊഡക്റ്റ് ലെഡ് ടൂൾസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് കമ്പനിനെ ഗ്രോ ചെയ്യുന്നത് ഈ മോഷനിലാണ് അവർ ഫൗണ്ടേഴ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സെയിൽസ് ലെഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ എന്റർപ്രൈസ് ടൂൾസും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെയാണ്. അതായത് ഒരാളെ നമ്മുടെ അടുത്ത് വന്ന് പിച്ച് ചെയ്ത് നമ്മളത് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ട് അവിടെ പോയി ഒരു ഡെമോ എടുത്ത് അത് യൂസ് ചെയ്യുന്ന കുറെ സെറ്റ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. അതിനാണ് സെയിൽസ് ലെഡ് ഗ്രോത്ത് എന്ന് പറയാം. ഇതിൽ ഒരു ഭയങ്കര ഗ്ലോബൽ സ്കെയിലബിലിറ്റി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് ആണ് സ്കെയിലബിൾ വേ എന്ന് പറയുന്നത്. സെയിൽസ് ലെഡ് ഗ്രോത്ത് ഒരു ഹൈലി സ്കെയിലബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു സെയിൽസ് ടീമിന്റെ ഇൻവോൾവ്മെന്റ് കാരണമാണ് പുതിയ ക്ലയൻസ് എപ്പോഴും വരിക എന്നുള്ളത്. അപ്പം ഇതൊരു 2 ഡിഫറെന്റ് സംഭവമാണ്. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടിന്റെയും ഒരു മിക്സ് എന്നുള്ള രീതിയിൽ. അപ്പം ഇപ്പൊ നമ്മൾ കറന്റ്ലി പോകുന്നത് ഈ സെയിൽസ് ലെഡ് ഗ്രോത്ത് എന്ന് പറയുന്ന മോഷനിലൂടെയാണ്. അപ്പോൾ പക്ഷെ അത് ഒബിയസ്ലി സ്കെയിലബിൾ അല്ല. അപ്പോൾ പക്ഷെ നമ്മൾ വെരി സൂൺ അതിനൊരു പ്രൊഡക്റ്റ് ലെഡ് മോഷനിലോട്ട് മാറ്റും. അപ്പം ഇതിനും കുറെ റീസൺസ് ഉണ്ട്. അതായത് ഇപ്പം പ്രൊഡക്റ്റ് ലെഡ് ആണ് സ്കെയിലബിൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് അത് പോകാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കസ്റ്റമേഴ്സിനെ ലേൺ ചെയ്യണം ആക്ച്വലി. അപ്പം അതിന് സെയിൽസ് ലെഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് എപ്പോഴും കസ്റ്റമേഴ്സ് നമ്മുടെ ലൂപ്പിലുണ്ടാവും. അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ശരിക്കും വർക്ക് ആവുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ ഇനി എന്തൊക്കെ വേണമെന്നുള്ള ആ കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ലൂപ്പിലുള്ളതുകൊണ്ട് കിട്ടാൻ പറ്റും. പിന്നെ ഇനീഷ്യലി നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര മെച്ചുവർ അല്ലാത്ത സമയത്ത് ഒരു പുതിയ ഒരാൾ ഈ പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിന്റെ UX ഒക്കെ ഭയങ്കര സൂപ്പറാണ്. അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേറൊരാളും സംശയം ചോദിക്കാൻ പറ്റാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇനീഷ്യലി ഉള്ള പ്രൊഡക്ട്സ് ഒന്നും ചിലപ്പോൾ അത്രയും മെച്ചുവർഡ് ആവില്ല. അപ്പം ഈ സെയിൽസ് ലെഡ് ഗ്രോത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡെമോ കൊടുത്തതിന് ശേഷമാണ് ആൾക്കാർ അത് ഉപയോഗിക്കുള്ളൂ. അപ്പൊ അവർക്കെല്ലാം ക്ലിയർ ആയിരിക്കും. അതായത് ഇപ്പൊ ഇത് വേണമെങ്കിൽ ഇത് ഇവിടെ നിൽക്കുക എന്നുള്ളൊരു സാധനം ഭയങ്കര ക്ലിയർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് റീസൺസ് കൊണ്ടും പിന്നെ ഇനീഷ്യലി നമ്മൾ മാർക്കറ്റ് ലേൺ ചെയ്യാന്നുള്ള കുറച്ച് ആസ്പെക്ട് കൊണ്ടാണ് നമ്മൾ സെയിൽസ് ലെഡ് ഫോക്കസ് ചെയ്തത്. ആൻഡ് ഓവർ ദ ടൈം നമ്മൾ അതിനൊരു പ്രൊഡക്റ്റ് ലെഡ് മോഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് അപ്പോഴായിരിക്കും നമ്മളൊരു ഭയങ്കര സ്കെയിൽ അച്ചീവ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു സംഭവം. പിന്നെ നമ്മളിപ്പോ പുതിയതായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റീസെന്റ് ചെയ്ത കുറച്ച് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇതൊരു ഇവന്റ് മാർക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇവന്റ്സ് ആണ് നമ്മുടെ ക്ലയൻസ്. അപ്പം ഇവന്റ്സിൽ എക്സ്പീരിയൻസ് കൊണ്ടുവരിക എന്നുള്ള ഒരു ആസ്പെക്ട് ആണ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്.
അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സബ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തു, വെറുതെ എക്സ്പെരിമെന്റ് നടത്തി നോക്കി. ഇപ്പൊ കുറച്ച് നെറ്റ്വർക്കിംഗ് ഗെയിംസും കുറച്ച്, ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 3-4 സബ് പ്രോഡക്റ്റ് ഉണ്ട്. വൺ ഈസ് ഹൂഗോ എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്കിംഗ് ഗെയിം ഉണ്ട്. അപ്പൊ അതൊരു ഡീസന്റ്ലി ട്രാക്ഷൻ കിട്ടിയ ഒരു സാധനമാണ്. അപ്പം അതുപോലെ ഇപ്പൊ നമ്മള് ഈ ഇപ്പൊ ഹാക്കത്തോൺസോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഈ ജഡ്ജസ് ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മേക്ക് മൈ പാസ് ഒരു ഇന്റഗ്രേറ്റഡ് ടൂൾസ് പോലെയാണ് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോ മേക്ക് മൈ പാസിൽ ഒരു ലൈക്ക് ഇവന്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് അപ്പുറത്തെ ടൂളിൽ അത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോ റീസെന്റ് ഇപ്പൊ ഈ ജസ്റ്റ് വോട്ട് ഒരു പിച്ചത്തോണിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു $10,000, അതായത് 8 lakh പ്രൈസ് മണി ഒക്കെ കൊടുത്തൊരു പിച്ചത്തോണിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോ ഇന്നലെ മിഞ്ഞാന്നൊരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ജഡ്ജിങ് ഉണ്ടായിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്കെയിലിലുള്ള ഇവന്റ്സിലൊക്കെ ഇത് ഭയങ്കര പ്രോബ്ലം സോൾവർ ആണ്. അപ്പം ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫണല് പോലെ ആക്ട് ചെയ്യും. അതായത് ചിലപ്പം ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരാൾ നമ്മൾ അപ്രോച്ച് ചെയ്യും, ആൻഡ് അപ്പൊ അത് ത്രൂ മേക്ക് മൈ പാസിന്റെ സെയിൽസും അവിടെ നടക്കും എന്നുള്ളൊരു സംഭവമാണ്. കാരണം ഇത് മേക്ക് മൈ പാസ് ത്രൂ കണക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരെ കുറെ പ്രശ്നങ്ങൾ സോൾവ് ആവും. അപ്പൊ അങ്ങനെ ഒരു അപ്രോച്ച് നമ്മളിപ്പോ ട്രൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് കുറെ സബ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്ത് ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക, ആൻഡ് ലൈക്ക് ഇപ്പൊ അതിൽ തന്നെ വി ആർ ഓപ്പൺ. അതായത് ഇപ്പോ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി സോൾവ് ചെയ്യുന്നത്. അപ്പോൾ വി ആർ ഓൾസോ ഇന്റഗ്രേറ്റിംഗ് വിത്ത് അതർ പ്രൊഡക്ട്സ്. അതായത് ഇപ്പൊ നമ്മുടെ സെഗ്മെന്റിൽ ഇൻഡസ്ട്രിയിൽ പ്രോബ്ലം സോൾവ് ആവുന്ന വേറെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ചിലവർ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ റീസെന്റ് നമ്മൾ ഇൻ ടോക്സ് ഒരു ടീമിനായിട്ട് ഉണ്ടായിരുന്നു. അതായത് അവരൊരു AR വെച്ചിട്ട് ഇവന്റിലുള്ള എന്താ പറയാ ഇപ്പൊ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ നാവിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു അതിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ AI ഫോട്ടോ ഷെയറിംഗ് ചെയ്യുന്ന വേറൊരു ടീമുണ്ട്. അപ്പോ അവരായിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഡിഫറെന്റ് ഇപ്പൊ നെറ്റ്വർക്കിംഗ് സോൾവ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതെല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു റവന്യൂ ഷെയർ മോഡലിൽ വർക്ക്ഔട്ട് ചെയ്യാനും പറ്റും. ഇപ്പം നിങ്ങൾ അതിന് എന്തെങ്കിലും പ്രൈസിങ് ഇടുകയാണെങ്കിൽ ലൈക്ക് മേ ബി നമ്മുടെ സെയിൽസ് ടീമിന് അതും കൂടെ സെല് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പോ അതിന്റെ റെസ്പെക്റ്റീവ് എമൗണ്ട് നിങ്ങൾക്കും ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇതിന്റെ ഒരു പൈലറ്റ് ആയിട്ട് നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാണ്. ആൻഡ് ലൈക്ക് ആഫ്റ്റർ എ വൈൽ നമ്മൾ അതൊരു പബ്ലിക്കലി ഓപ്പൺ ആക്കാന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ചെറിയൊരു ഭയങ്കര ഗെയിമിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പൊ ആൾക്കാരിലോട്ട് ഇത് എത്തിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് പറയുന്ന കുറച്ച് ആസ്പെക്ട് ഇതായിരുന്നു. പണ്ട് നമ്മൾ ഇതേമാതിരി ചെറിയ ടൂളൊക്കെ ബിൽഡ് ചെയ്യായിരുന്നു, പക്ഷെ അത് ആരും ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ടൂൾ ബിൽഡ് ചെയ്താലും അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ നമുക്ക് പറ്റാറുണ്ട് ഈസിലി. ഒരു എന്താ പറയാ വേ നമ്മൾ ക്രാക്ക് ചെയ്തു എന്നുള്ളത് ഇന്ത്യയിൽ പറയാം മേ ബി. അപ്പൊ ഈ ഒരു ഇവന്റ് സെക്ടറിലുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും ഇന്റഗ്രേഷൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും വി ക്യാൻ ഒബിയസ്ലി കണക്ട് എന്നുള്ളൊരു സംഭവമാണ്. സോ ഇതൊക്കെയാണ് ഒരു ഓവറോൾ ജേർണി ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അപ്പൊ ഇനി നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയും കൂടെ കൺവേ ചെയ്യും. യെസ്. ഓക്കെ. ടു ബി ഓണസ്റ്റ് നമ്മള് ഭയങ്കരമായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ടില്ല. കുറെയൊക്കെ നമ്മൾ ഇൻഡ്യൂഷൻസ് ആയിരുന്നു. ലൈക്ക് അപ്പൊ ഇതില് കുറെ ആസ്പെക്ട്സ് ഉണ്ട് ആക്ച്വലി. നമ്മളെ ഇപ്പൊ ഞങ്ങള് ഭയങ്കര ഒരു ടീമിനെ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കാൻ അങ്ങനെ ഒരു ആസ്പെക്ടും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കിയ കുറച്ച് ആസ്പെക്ട്സ്, ഇപ്പൊ നമ്മളെ ചുറ്റിനും എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഇവര് എത്രത്തോളം ഇവന്റ്സ് നടത്തുന്നുണ്ട്, പിന്നെ ഇവിടെ എത്ര റിക്കറിംഗ് ഇവന്റ്സ് നടത്തുന്നുണ്ട്, നമുക്ക് റിക്കറിംഗ് ആയിട്ട് എത്ര ക്ലയൻസിനെ കിട്ടാൻ പറ്റും, പിന്നെ ഇതിന്റെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ള അങ്ങനത്തെ കുറച്ചൊരു ഒരു ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ആക്ച്വലി ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഇന്റേണലി കുറെ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു എപ്പോഴും ICP കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും. അതായത് ഒരു ഐഡിയൽ കസ്റ്റമർ പേഴ്സോണ സെറ്റ് ചെയ്യണം, എന്നിട്ട് അവരുടെ പ്രോബ്ലത്തിന് ആദ്യം സോൾവ് ചെയ്ത് അവരെ മാത്രം ടാപ്പ് ചെയ്ത് അത് ഫുള്ളി ക്രാക്ക് ചെയ്തതിനു ശേഷം മാത്രം ബാക്കിയുള്ള ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ തന്നെ ഇപ്പൊ നമ്മളും ഭയങ്കര ICP ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ കുറെ റിയാലിറ്റീസ് ആണ്. അപ്പൊ ഇത് വെരി സൂൺ നമ്മൾ അങ്ങനെ ഒരു സാധനം കൂടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവന്റ് സെക്ടർ എടുത്തു നോക്കി കഴിഞ്ഞാൽ കുറെ ഇവന്റ്സ് ഉണ്ട്. അതായത് കോളേജ് ഇവന്റ്സ് ഉണ്ട്, ഭയങ്കര വലിയ കൺസേർട്സ് ഉണ്ട്, ബിസിനസ് മീറ്റപ്സ് ഉണ്ട്, പിന്നെ ചെറിയ കമ്മ്യൂണിറ്റീസിന്റെ റിക്കറിംഗ് ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ലൈക്ക് കുറെ സെറ്റ് ഓഫ് പരിപാടി. പിന്നെ കുറെ ബോർഡ് ഗെയിംസിന്റെ ഇവന്റ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പൊ റീസെന്റ് നമ്മൾ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ നമ്മൾ കുറെ ഇതുവരെ കേൾക്കാത്ത കുറെ ഇവന്റ്സ് കണ്ടു. അതായത് ഇപ്പൊ
കോഫി ബ്രൂ ചെയ്യുന്ന ഇവന്റ്സ് ഉണ്ട്. അപ്പം പിന്നെ അനിമൽസിന്റെ ഇവന്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതില് ഒരൊറ്റ മാർക്കറ്റിനെ സെറ്റ് ടാർഗറ്റ് ചെയ്ത് അവിടുത്തെ പ്രോബ്ലത്തിന് ഏറ്റവും ബെസ്റ്റായി സോൾവ് ചെയ്യാന്നുള്ള ഒരു ആസ്പെക്ട് ടിപ്പിക്കലി ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒക്കെ കുറച്ച് സാധനങ്ങൾ മേ ബി റിസർച്ച് ചെയ്ത് നല്ലതായിരിക്കും. ഏതായിരിക്കും നമ്മൾ സ്യൂട്ട് ആവുന്ന ഏറ്റവും ബെസ്റ്റ്. ഇപ്പോ ഈ ഇവന്റ്സ് എന്നുള്ള സെക്ടറിൽ തന്നെ ഇതിൽ ഏറ്റവും പ്രൈം നമ്മൾ സ്യൂട്ട് ആവുന്ന സെക്ടർ ഏതാന്നുള്ളത് നോക്കാവുന്നതാണ്. ആൻഡ് അവിടെയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ നോക്കാവുന്നതാണ്. പിന്നെ ഈ ആൾക്കാർ പേ ചെയ്യുമെന്നുള്ളത് എപ്പോഴും നോക്കേണ്ട ഒരു ഭയങ്കര ആസ്പെക്ട് ആണ്. അതായത് നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും ചില പ്രൊഡക്റ്റ് ഒക്കെ ഭയങ്കര സൂപ്പർ ആയിരിക്കും, പക്ഷെ അതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ചിലപ്പോൾ പേ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കൂല. അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ജനറലി നോക്കിയിട്ടുള്ളൂ. അപ്പം ആക്ച്വലി ഇതല്ലാതെ ഇനിയും കുറെ ഉണ്ട്. ലൈക്ക് നമ്മളും കുറെ ലേൺ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഭയങ്കര മാർക്കറ്റ് റിസർച്ച് ഒന്നും നടത്തണ്ട എന്നുള്ളതാണ് ഞാൻ ജനറലി പറയാറ്. ആൻഡ് ഒരു ഡീസന്റ്ലി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ തന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ ഓർഗാനിക് ആയിട്ട് നമുക്കത് കിട്ടിക്കോളും. അതായത് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മേ ബി കണ്ടത് ഒരു 5-6 കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്കൊരു മിനിമം ഒരു 30-40 കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അറിയാം, നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ഓർഗാനിക്കലി ക്രാക്ക് ചെയ്തോളും എന്നുള്ളൊരു സംഭവമാണ്. എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിട്ടോ. അതായത് അപ്പൊ നിങ്ങൾ കുറെ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാതെ ഒബ്വിയസ്ലി അത് വേണം. അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. യെസ്. ഷഹീനിക്ക, ഇപ്പോ ഒരു ഇവന്റ് നടത്തുന്ന സമയത്തല്ലോ വല്ല ഒരു ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇവന്റിനോട് അടുക്കുന്ന സമയത്ത് ക്ലയന്റുമായിട്ടുള്ള ക്ലാഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ജേർണിയിൽ? ഒബ്വിയസ്ലി. അതായത് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ക്ലയന്റുമായിട്ടുള്ള ക്ലാഷ് ഭയങ്കരമായിട്ട് വന്നിട്ടില്ല. എസ്പെഷ്യലി നമ്മൾ ഇനീഷ്യൽ ടൈമിൽ എനിക്ക് തോന്നുന്നത് കാരണം ഇനീഷ്യലി നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു വലിയൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത് സെല് ചെയ്യാനുള്ള ഒരു മോഡല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രൊഡക്റ്റ് ഓവർ ദ ടൈം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡെയിലി ഇതിൽ ഓരോ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ടെക് ടൂൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ അതിന്റെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മൾ ഭയങ്കര ഏർലി സ്റ്റേജിൽ നമ്മൾ ഏതോ ഒരു ഇവന്റില് ഇതുവരെ കാണാത്ത ഒരു എന്തോ ഒരു സ്പെഷ്യൽ എഡ്ജ് കേസ് അവിടെ ഒരു സിനാരിയോ അവിടുത്തെ ഒരു ഫ്ലോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം തന്നെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഒരു ചെക്ക് ഇൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ ആ ഒരു ഇഷ്യൂ കാരണം 1 hour എന്തോ ഡിലേ ആയി. അപ്പൊ നിയർലി അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് അവിടുത്തെ ആൾക്കാർ അത് എഫക്ട് ചെയ്യാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു. ആ ഒരു ഇവന്റിൽ മാത്രമേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളൂ. ആൻഡ് അത് ഹാൻഡിൽ ചെയ്ത് അതിനെ സോൾവ് ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ അത് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷനായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്ത്. അപ്പൊ നമ്മളതിൽ മനസ്സിലാക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ നമ്മളെ ക്ലയന്റുമായിട്ട് നല്ല രീതിയിൽ റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ആവും. അപ്പോ പിന്നെ അവരെ സംബന്ധിച്ച് നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം വന്നു എന്ന് അഡ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമല്ല. കാരണം ആ ട്രസ്റ്റ് ആണ് ഇതിന്റെ ഒക്കെ മെയിൻ കീ തിങ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനീഷ്യൽ ഫേസസിൽ അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോ നമ്മളും ചില കസ്റ്റമേഴ്സിന് ഇപ്പം അല്ലെങ്കിൽ ഒരാളുടെ റിക്വയർമെന്റ് കേട്ട് നോക്കുമ്പോഴേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും സാധനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം ഒരു ഇനീഷ്യൽ ഫേസിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ മിക്കവാറും നമ്മൾ എപ്പോഴും പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ എല്ലാ ഇവന്റിന്റെ തലേന്നും നമ്മള് നമുക്ക് ഉറക്കം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അതായത് ബേസിക്കലി നമ്മൾ തന്നെ ആ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പോ അപ്പൊ അല്ലെങ്കിൽ ഒരു ചിലപ്പോ ഒരു വേറെ രീതിയിലുള്ള എന്തെങ്കിലും ഫ്ലോസ് ഉള്ള രജിസ്ട്രേഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ. പക്ഷെ അതിന് നമ്മളൊരു ക്ലയന്റിലോട്ട് അത് അറിയിക്കാറില്ല. കാരണം നമ്മളെ അത് ഫോർസീൻ ചെയ്ത് നമ്മൾ തന്നെ അത് മാക്സിമം ടെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇഷ്യൂ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ സോൾവ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ക്ലയന്റ് ലെവലിലോട്ട് എത്തിയത് ആ ഒരു ഒറ്റ ഇഷ്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലൈക്ക് ഇതുവരെയുള്ള രീതിയിൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയില്. അപ്പൊ നമ്മൾ തന്നെ ആ ഒരു എഫേർട്ട് എക്സ്ട്രാ ഇടുന്നതുകൊണ്ടും പിന്നെ ഞാൻ പറയാം നമ്മുടെ ടീം ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അപ്പൊ ഈ ഇനീഷ്യൽ ഫേസസിൽ പല ഇവന്റിനും തലേ ദിവസം ഉറങ്ങാതെ ഉള്ളപ്പോ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോ ആ രാത്രി മൊത്തം ഇരുന്ന് ബിൽഡ് ചെയ്ത് രാത്രി ഇപ്പൊ രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ഇവന്റിന് ചിലപ്പോ രാത്രി ഒരു 3 മണിക്ക് വെക്കും ചിലപ്പോ അത് ഫുള്ളി സോർട്ട് ഔട്ട് ആവുന്നത്. അപ്പൊ അങ്ങനത്തെയും കുറെ ജേർണീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല. കാരണം ഇപ്പം അത്യാവശ്യം ഇത് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ലൈക്ക് ഡീസെന്റ്ലി സ്റ്റേബിൾ ആണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവമാണ്. പിന്നെ ഇപ്പൊ ചില സമയത്ത് എന്താ പറയാ ഇപ്പൊ ക്ലയൻസ് ആയിട്ടുള്ള സംഭവങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്ലയൻസിന് പ്രോബ്ലം മനസ്സിലാവാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ ചിലപ്പോ
ഈ ഒരു ആസ്പെക്ട് അല്ലാതെ ജനറലി നമ്മളിപ്പോ ഈ കുറെ ഇവന്റ്സ് കണ്ടതുകൊണ്ട് നമ്മൾ പറയും ഇപ്പൊ ഒരു ഇവന്റ് നടത്തുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ ഇന്ന സംഭവങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ നെറ്റ് സ്റ്റേബിൾ ബേസിക് സംഭവമാണ്. അപ്പൊ അവിടെ ഇതൊരു ടെക് പ്രോഡക്റ്റ് ആണ്, അപ്പൊ ഇതിന് ചെക്കിനും കാര്യങ്ങളും നടക്കണ അവിടെ നെറ്റ് വേണം എന്നുള്ളത്. അപ്പം ഇതൊക്കെ എത്ര പറഞ്ഞാലും അതിനെ വളരെ നിസ്സാരമായി കാണുന്ന കുറെ ക്ലയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോ വലിയ സ്കെയിലിൽ നടക്കുന്ന ഇവന്റിലൊക്കെ ചില ആൾക്കാർ അതിന് ഭയങ്കര അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇല്ലെങ്കിൽ നെറ്റ് ബ്രേക്ക് ആവുന്നുള്ളത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇത്രയും ക്രൗഡ് അവിടെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല, അപ്പം വൈഫൈ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ, പിന്നെ ഇതൊക്കെ നമുക്കത് ഫോർസീൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്തൊക്കെയാണ് ജനറലി വരാവുന്ന ഇഷ്യൂസ് ഉള്ളത്. ആസ് പ്ലാറ്റ്ഫോം വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വരാറുണ്ട്. പിന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളെ ക്ലയന്റുമായിട്ട് വീണ്ടും നല്ല രീതിയിൽ റാപ്പോ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്, മാക്സിമം ടു എൻ എക്സ്റ്റെൻഡ് എന്നുള്ളൊരു സംഭവം നോക്കാറുണ്ട്. അങ്ങനെ അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക എന്ത് ചെയ്യുകയാണെങ്കിലും ആ ക്ലയൻസ് ആർ ക്ലയൻസ്. അപ്പം അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ട് നോക്കേണ്ടതുണ്ട്. അത് നോക്കിയാൽ തന്നെ ഈ പ്രശ്നം കുറെയൊക്കെ സോർട്ട് ഔട്ട് ആവും എന്നാണ് തോന്നുന്നത്. പിന്നെ ഇനീഷ്യൽ ഫേസസിൽ എന്തായാലും ഇതുപോലെ കുറെ പ്രശ്നങ്ങളും തിരിച്ചടികളും ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ഓവർകം ചെയ്ത് വരിക എന്നുള്ളത് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. അങ്ങനെ. ഓക്കെ ഷെയ്നിക്ക, താങ്ക് യു. യെസ്. ഈ നിങ്ങൾ സ്കെയിലബിലിറ്റി എങ്ങനെയാ കൊണ്ടുവരിക? ഇപ്പോൾ ലൈക്ക് നമ്മളൊരു ഇവന്റ് ഇപ്പോൾ സാധാരണ നമ്മൾ സെറ്റ് ചെയ്യുന്നൊരു സൈസിലായിരിക്കുമല്ലോ. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു വലിയൊരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഹൗ ഡു യു മാനേജ് സ്കെയിലബിലിറ്റി? ആർ യു മാനുവലി സ്കെയിലിംഗ് ഇറ്റ്? ടെക്നിക്കൽ ഇൻഫ്ര ആണോ ചോദിച്ചത്? അതോ ടെക്നിക്കൽ ഇൻഫ്ര മാത്രമല്ല, അതിന് നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ടിനും ചേഞ്ചസ് ഉണ്ടാവുമല്ലോ ഇവന്റിന്റെ സ്കെയിൽ ഇപ്പോൾ വലുതാകുമ്പോൾ. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഈ സ്കെയിലബിലിറ്റി എന്നുള്ള ആസ്പെക്ടിന് ജനറലി രണ്ട് സംഭവമാണ്. ഒന്ന്, കൂടുതൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് സംഭവമാണ്. ആൻഡ് ഒറ്റ ഇവന്റ് ഭയങ്കര സ്കെയിൽ ഉള്ളത് എന്നുള്ളത് ഒരു വേറെ ആസ്പെക്ട് ആണ്. അപ്പോ കൂടുതൽ നമ്പർ ഓഫ് ഇവന്റിനെ കാറ്റർ ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു വലിയ ഇവന്റിനെ കാറ്റർ ചെയ്യുക എന്നുള്ളത് അത്ര പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിലും കൂടുതൽ പ്രശ്നം വരിക ഭയങ്കര വോളിയത്തിൽ ഇപ്പോൾ നമ്പർ ഓഫ് ഇവന്റ്സ് വരുന്ന സമയത്തായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു സപ്പോർട്ടിൽ ഭയങ്കര ഇഷ്യൂ വരിക. കാരണം മറ്റേത് നമ്മൾ മിക്കവാറും ഒരു ഡിഫൈൻഡ് രീതിയിലുള്ള കോൺട്രാക്ട്സ് വലിയ സംഭവങ്ങളായിരിക്കും. അപ്പൊ അതിൽ വലിയ ഇഷ്യൂ ഉണ്ടാകും തോന്നുന്നില്ല. പക്ഷെ കൂടുതൽ നമ്പർ ഓഫ് ഇവന്റ്സ് വരുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ അതിനെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഹിറ്റ് ചെയ്തിട്ടില്ല. അതായത് ഇതുവരെ ഉള്ളതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അത് വരെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണത് ഒബ്വിയസ്ലി. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ അതിൽ മാക്സിമം ഇപ്പൊ ഇതിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോ വേറൊരു സംഭവം പറയുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി നടന്നിരുന്ന ഏത് ചെറിയ ഇവന്റ് ആണെങ്കിൽ പോലും ഒരു 50 ആൾ നടക്കുന്ന ഒരു ഇവന്റ് ആണ്. ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോം അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇവന്റ് ആണെങ്കിൽ പോലും നമ്മളവിടെ ട്രാവൽ ചെയ്യുമായിരുന്നു എപ്പോഴും. അപ്പം അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതൊരു അൺസ്കെയിലബിൾ സംഭവമാണ്. അതായത് ഇപ്പോ നമ്മളെല്ലാ ഇവന്റും ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും അപ്പൊ ഒരു മാസം ഒരു 1000 ഇവന്റ് നടത്താൻ എന്തായാലും പറ്റൂല. കാരണം അങ്ങനെയാണെങ്കിൽ 1000 ആൾക്കാർ വേണ്ടി വരും നമ്മുടെ ടീമിൽ. അപ്പൊ അത് സ്കെയിലബിൾ അല്ലല്ലോ. അപ്പൊ അവിടെ നമുക്കുള്ള ഒരു പ്രോപ്പർ ഉണ്ടായിരുന്ന നമ്മളൊരു അസംഷൻ എന്താ വെച്ചാൽ ഇനീഷ്യലി നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ പ്ലാറ്റ്ഫോമിന് കൂടുതൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഇതിനെങ്ങനെ നമ്മൾ പോവാതെ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ മിനിമൽ ഇവന്റ്സിന് മാത്രമേ ട്രാവൽ ചെയ്യാറുള്ളൂ. അപ്പൊ അതിന് അവര് നമുക്ക് എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് പോകാറുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഇൻ പേഴ്സൺ സപ്പോർട്ടിന് നമ്മൾ ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോമിന്റെ കൂടെ ഫ്രീ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല. കാരണം അതല്ല നമ്മള് സൊല്യൂഷനായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ സൊല്യൂഷനായിട്ട് നമ്മൾ വെക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ആണ്. ഇത് സെൽഫായിട്ട് ആർക്കും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഇപ്പൊ ഈവൻ നമ്മളിപ്പോ ഈ ലൈവായിട്ട് ടിക്കറ്റ് പ്രിന്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഇപ്പൊ റീസെന്റ് നമ്മളൊരു ഇവന്റിൽ ലൈവായിട്ട് ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട്. അതായത് ഇപ്പൊ നമ്മുടെ ID കാർഡിൽ നമ്മൾ പേരും കാര്യങ്ങളും അവിടുത്തെ ഒരു പ്രിന്റർ സെറ്റപ്പിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരിക എന്നാണ് ഒരു സിസ്റ്റം. അപ്പൊ അവിടെ നമ്മൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓൺലൈനായിട്ട് സപ്പോർട്ട് കൊടുക്കും. അതായത് അതിന്റെ ഇവന്റിന്റെ തലേദിവസം ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ ഇതിന് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ എത്തുമ്പോൾ ആ സപ്പോർട്ട് കൊടുക്കാതെ പ്ലാറ്റ്ഫോം സെൽഫ് എക്സ്പ്ലനേറ്ററി ആക്കണം എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാൾ പ്ലാറ്റ്ഫോമിൽ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആള് സെൽഫ് നാവിഗേറ്റബിൾ ആയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം.
ഈവൻ ദോ ഹാർഡ്വെയർ ഇപ്പൊ പ്രിന്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഹാർഡ്വെയർ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോ നമ്മൾ ഫസ്റ്റ് ഇവന്റിൽ നമ്മൾ ലൈവ് പ്രിന്റിങ് ചെയ്ത ഇവന്റിലും നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മെയിൻലി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ആണെങ്കിൽ യു എക്സ് തന്നെയാണ് അതിന്റെ കീ തിങ് എന്ന് പറയുന്നത്. യു എക്സ് അത്രയും സോഫ്റ്റ്വെയർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്കെയിൽ അച്ചീവ് ചെയ്യാൻ അതേ വഴിയുള്ളൂ. അതായത് ഇപ്പോ നമ്മളിപ്പോ കസ്റ്റമർ സപ്പോർട്ടുള്ള ടീമിനെ എത്രത്തോളം നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് ഇപ്പം ഒരു മാസം ഇപ്പൊ ഒരു 1,00,000 ക്ലയൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അത്രയും കസ്റ്റമർ സപ്പോർട്ട് ടീമിനെ കൊണ്ടുവരാൻ പറ്റൂല. അപ്പം അത് ഒരു പരിധി വരെ അല്ലേ കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വേറെ ഓവർഹെഡ് ആണ്. അപ്പൊ പ്ലാറ്റ്ഫോമിനെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആക്കുക, ഒരാൾക്ക് നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ അത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സാധനം ആണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് ഓവർ ദ ടൈം. ആൻഡ് അത് ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്താലേ നമ്മുടെ പ്രൊഡക്റ്റ് എൻറ്റയർ സ്കെയിലബിൾ ആ ഒരു മോഷനിലോട്ട് എത്തുള്ളൂ. അപ്പൊ ഇപ്പൊ അത് കുറെയൊക്കെ ആണ്, ബട്ട് ഫുള്ളി അത് ഒരിക്കലും അല്ല. അപ്പൊ നമ്മളിപ്പോ ഇരുന്നിട്ട് ഇതിന്റെ മൊത്തം യു എക്സും സാധനങ്ങളും പിന്നെ നമ്മൾ ഈ ഫീച്ചേഴ്സ് ഇങ്ങനെ ആഡ് ആയി വരുമ്പോൾ പ്രൊഡക്റ്റിന്റെ യു എക്സ് മൊത്തം പൊട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ കുറെ ഫീച്ചേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് അതിനെ റീഐട്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു റീഐട്രേഷന് വേണ്ടി ഇരിക്കുന്ന ഒരു ഫേസിലാണ് ആക്ച്വലി. അതായത് ഇപ്പം മൊത്തത്തിലുള്ള സാധനം ഒന്നുകൂടെ ലിസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ അതിന്റെ ഒരു യൂസർ ജേണി കൊണ്ടുപോകണം എന്നുള്ള ഒരു സാധനം ഇപ്പൊ റീസെന്റ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഓവറോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണെങ്കിൽ സ്കെയിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ യു എക്സ് ഒബ്വിയസ്ലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. പിന്നെ ഈ കസ്റ്റമർ സപ്പോർട്ട് ഇനീഷ്യലി കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ യു എക്സ് ചേഞ്ചസ് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ അങ്ങനെ ആഡ് ചെയ്ത് വന്നാൽ മതി. അവർ കോൺസ്റ്റന്റ് ഐട്രേഷൻസ് ചെയ്ത് ആ ഒരു പോയിന്റ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ടെക് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുമ്പോഴുള്ള വേറൊരു പ്രശ്നമാണ് സെർവർ ഇൻഫ്ര എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ആപ്പ് സൈഡ് പ്രോജക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫേസ് ചെയ്യാത്തൊരു പ്രശ്നമാണ് അതിന്റെ ലോഡ് ഹാൻഡിൽ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം കുറെ ആൾക്കാർ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ സൈറ്റ് പൊട്ട് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. പക്ഷെ അതൊരു റിയൽ വേൾഡിൽ വരുമ്പോൾ ഉള്ള ഭയങ്കര ഒരു ചലഞ്ചാണ് ആ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ സെർവേഴ്സും കാര്യങ്ങളും വെച്ച് അതിന് ലോഡ് ബാലൻസിങ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ലോഡ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ഇപ്പൊ ഡിഫറെന്റ് നമ്മളെ അതിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു മോഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനൊന്നും ഒരു ഫിക്സഡ് റൂൾസ് ഇല്ല. അപ്പം ഒരു ടെക് ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ കുറെ ടേംസ് ഉണ്ട്. അപ്പോൾ കുറെ അപ്രോച്ചസ് ഉണ്ട്. ഏത് അപ്രോച്ച് വേണമെന്നല്ല നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് നമ്മളൊരു യുക്തി വെച്ചിട്ട് ഡിസൈഡ് ചെയ്യേണ്ട കുറെ സംഭവങ്ങളാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. എസ്പെഷ്യലി കുറെ ആൾക്കാർ വരുന്ന അല്ലെങ്കിൽ ഒരേ ദിവസം കുറെ ഇവന്റ്സ് നടക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. ആൻഡ് കുറെ ഡിവൈസസ് അല്ലെങ്കിൽ പാരലൽ റിക്വസ്റ്റുകൾ വരുന്ന സമയത്ത് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ ആ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാകുന്നത് അസ്യൂം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതും ഈ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് ടെക്നിക്കൽ ഇൻഫ്ര എന്ന് പറയുന്നത്. നമ്മള് ടെക് സ്റ്റാക്ക് നമ്മൾ ആക്ച്വലി നമ്മളൊരു ടെക് അപ്രോച്ച് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഏറ്റവും മിനിമൽ ടെക് വെച്ചിട്ട് ബിൽഡ് ചെയ്യാന്നുള്ളതായിരുന്നു. ആൻഡ് ഇപ്പോ ലൈക്ക് ഇപ്പൊ ഒരു വലിയ ടെക് പ്രോഡക്റ്റ് ആ ഒരു ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ സെർവേഴ്സ് വേണ്ടി വരും. പിന്നെ ലൈക്ക് എന്താ പറയാ, ഇപ്പൊ സ്റ്റാക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബാക്ക് ആൻഡ് ഫ്രണ്ട് ആൻഡ് ഡാറ്റാബേസ് അല്ലാതെ ഇപ്പോ പാരലൽ ജോബ്സ് റൺ ചെയ്യാൻ വേറെ സർവീസസ് വേണ്ടി വരും, ക്യാഷിന് വേറെ സർവീസ് വേണ്ടി വരും, ഇങ്ങനെ കുറെ സാധനങ്ങൾ വേണ്ടി വരും. ഇതൊക്കെ വേണമെന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. ബട്ട് ഈവൻ എന്തോ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമൽ ടെക് വെച്ചിട്ടാണ്. പക്ഷേ നമ്മൾ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻസി ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മൾ ടെക് സ്റ്റാക്ക് ഉണ്ടായിരുന്നത് അതിലുള്ളത് ഇപ്പോൾ ബാക്ക് എൻഡ് ഫാസ്റ്റ് API ആണ്, പൈത്തൺ ബേസ്ഡ് ഒരു ഫ്രെയിംവർക്ക് ആണ്, ഫ്രണ്ട് എൻഡ് റിയാക്ട് ആണ്, പിന്നെ DB പോസ്റ്റ്ഗ്രസ് എന്നുള്ള സംഭവമാണ്. അപ്പൊ ഈ 3 സാധനത്തിന് ഫുള്ള് ബിൽഡ് ചെയ്തു. വേറെ ഇതൊന്നും അഡീഷണൽ സാധനങ്ങളൊന്നും ഇപ്പോൾ റിലേ ചെയ്തിട്ടില്ല. പിന്നെ സെർവർ നമ്മൾ ഇനീഷ്യലി AWSലായിരുന്നു ഒരു VPS എടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ നമ്മൾ എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AWSന്റെ മാനേജ്ഡ് ഇൻസ്റ്റൻസസ് കുറെ ഉണ്ട്, മാനേജ്ഡ് സർവീസസ് കുറെ ഉണ്ട്. അല്ലെങ്കിൽ ഏത് സർവീസ് പ്രൊവൈഡർ ആണെങ്കിലും ഇപ്പോൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഒരു ആസ്പെക്റ്റിൽ ആൻസർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഡിപ്പെൻഡൻസി കീപ്പ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ പേഴ്സണലി ഭയങ്കര ഇതായിട്ട് വെക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് AWSലാണെങ്കിൽ നാളെ നമുക്ക് വേറൊരു സർവീസിലോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാലും അത് ഈസിലി മാറ്റാൻ പറ്റണം. അപ്പൊ ഇൻഫ്ര കൈൻഡ് ഓഫ് നമ്മുടെ ഒരു മാനേജ്ഡ് ഇൻഫ്ര പോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാറ്. ആൻഡ് പിന്നെ ഇതിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്, ഇപ്പൊ ഇനീഷ്യലി ബാക്ക്ഗ്രൗണ്ട് ജോബ്സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കുറച്ചൊക്കെ ഒരു ആൾക്കാർ വന്നതിന് ശേഷം നമ്മൾ ഇതിനെ
എന്താ പറയാ കുറച്ചുകൂടെ ഇപ്പൊ ഫാസ്റ്റ് എ പി ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് അതിലോട്ട് വന്നു. പിന്നെ അതിന്റെ ത്രെഷോൾഡ് എത്തി. അപ്പൊ നമ്മൾ ഡെഡിക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് ജോബ്സ് ചെയ്യാനുള്ള സെർവേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഇത് ആഡ് ചെയ്ത് വന്നത്. ഇപ്പം ഇനീഷ്യലി നമ്മൾ ഒരൊറ്റ സെർവറായിരുന്നു റൺ ചെയ്തിരുന്നത്. ഇപ്പൊ ഒന്നല്ല റൺ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ സെർവർ അതിന്റെ ലൈക്ക് ക്ലോൺസ് റൺ ചെയ്യുന്നുണ്ട് ലോഡ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ കുറെ ഡാറ്റനെ ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിസും ഇങ്ങനെ കുറെ ടെക്നിക്കൽ ഇൻഫ്ര ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അപ്രോച്ചാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാറ്. നമ്മള് ഒരു ഭയങ്കര നീഡ് വരുന്നവരെ നമ്മളൊരു സാധനം ചെയ്യൂല. ആൻഡ് ആ ഒരു നീഡ് വരുമ്പോൾ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. നമ്മൾ പക്ഷെ ആദ്യം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ ഫ്യൂച്ചറിൽ വരും എന്നുള്ളൊരു സംഭവം. പിന്നെ ടെറഫോം ഒന്നും ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, കാരണം അത്രക്ക് ആവശ്യം ഇപ്പൊ നമുക്ക് വന്നിട്ടില്ല. അപ്പോ അത് വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഇനീഷ്യലി ഒറ്റ സെർവറിൽ മൾട്ടിപ്പിൾ സെർവറിൽ ഇപ്പൊ ഇന്റർ സെർവർ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ കുറെ സാധനങ്ങൾ, അപ്പം അതിനൊക്കെ ഇനീഷ്യലി നമ്മൾ ബേസിക് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തു. പിന്നെ പെർഫോമൻസ് ത്രോട്ടിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് എഫിഷ്യന്റ് ആയിട്ടുള്ള സാധനങ്ങളോട്ട് സ്വിച്ച് ചെയ്തു. ആ ഒരു രീതിയിലാണ് ഒരു ഓവറോൾ ടെക് ജേണി എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും മാക്സിമം ഇനി ടെക് കോംപ്ലിക്കേറ്റഡ് ആക്കും തോറും നമുക്കൊരു ഫീച്ചർ ഷിപ്പ് ചെയ്യാനുള്ള ടൈം കൂടും. അതൊരു ഭയങ്കര റിയാലിറ്റിയാണ്. അതായത് ഇപ്പോ നമ്മള് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനമാണെങ്കിൽ കുറെ ഡിപ്പെൻഡൻസീസ് ഉണ്ടാവും. അതൊക്കെ സോർട്ട് ഔട്ട് ആയാലാണ് ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു പുതിയൊരു സാധനം ഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടെക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു ബിസിനസ് ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ഇറ്റ് വർക്ക്സ് ഏറ്റവും മിനിമലായിട്ട് എന്ത് വെച്ചിട്ടാണ് വർക്ക് ആവുന്നത് ആ രീതിയിലാണ് നമ്മൾ എപ്പോഴും അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് ഒബ്വിയസ്ലി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇൻഫ്ര അതിനനുസരിച്ച് മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ മാർക്കറ്റിംഗ് എങ്ങനെയാണ് നോക്കുന്നത്? ഐ മീൻ നമ്മളിപ്പോ ഇന്ത്യ മാത്രമാണോ കേന്ദ്രീകരിക്കുന്നത്, ഓൾ ഓവർ നമ്മൾ വേൾഡ് ഫുൾ നോക്കുന്നുണ്ടോ, അതോ കേരളത്തിലെ ഇവന്റ്സ് മാത്രമാണോ? അപ്പൊ അതില് നമ്മളിപ്പത്തെ ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി കേരള ആൻഡ് ദെൻ സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു പാർട്ട് ആൻഡ് ദെൻ ഇന്ത്യ ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ടിപ്പിക്കൽ ഫ്ലോ ആണ്. അത് ഭയങ്കര ഇന്നോവേറ്റീവ് സാധനമല്ലേ. ഐഡിയലി ആൾക്കാർ തന്നെയാണ് ചെയ്യാറ്, അത്രേ ഉള്ളൂ. നമ്മളൊരു കംഫർട്ട് ലെവലും സംഭവങ്ങളും ലൈക്ക് അതെല്ലാം വെച്ച് നോക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. ചിലപ്പോൾ അത് മാറിയേക്കാം ഓവർ ദ ടൈം. അപ്പം ഇപ്പൊ നമുക്കുള്ള ഒരു എക്സ്പോഷറും കാര്യങ്ങളും വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുന്നതാണിത്. കാരണം ഇനീഷ്യലി നമ്മുടെ സറൗണ്ടിങ്ങിലെങ്കിലും നമ്മളിത് ചെയ്ത് പഠിക്കണല്ലോ. അപ്പൊ ആഫ്റ്റർ ദാറ്റ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിംഗ് ഓറിയന്റഡ് ആയിട്ട് കാര്യത്തൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ആൻഡ് ഫുള്ളി ഈ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് സെയിൽസ് ആ ഒരു ആസ്പെക്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഈ ദുബായ് ഇവന്റ്സ് ചെയ്തതൊക്കെ എനിക്ക് തോന്നുന്നത് മിക്കവാറും റെഫറൻസ് ത്രൂ വന്നതാണ്. അതായത് ലൈക്ക് നമ്മളല്ലാതെ ആ ദുബായ് ഇവന്റ്സ് കിട്ടാൻ വേണ്ടി ദുബായിൽ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മള് ബാക്കി ക്ലയൻസിന്റെ അല്ലെങ്കിൽ ആ സറൗണ്ടിങ് അവരെ പരിചയത്തിലുള്ള ഇപ്പൊ ദുബായിൽ ഇവന്റ്സ് ആ രീതിയിലാണ് ഇപ്പൊ ദുബായിൽ പറഞ്ഞ കുറച്ച് ഇവന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഈവൺ ഔട്ട് ഓഫ് കേരള ഇവന്റ്സും ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടേക്കുള്ള സ്പെസിഫിക് ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ലൈക്ക് ആഫ്റ്റർ ഈ ഒരു ഫെബ്രുവരിയിലാണ് നമ്മളൊരു 1 year അച്ചീവ് ചെയ്യുന്നത്. അപ്പം ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു ടീം ഈ സെയിൽസ് ടീം കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആൻഡ് ലൈക്ക് കുറച്ചുകൂടെ അങ്ങനെ ആ ഒരു മാർക്കറ്റ് പഠിക്കുക എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് പേര് ലൈക്ക് 2-3 ആൾക്കാർ അങ്ങോട്ട് പോയി അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ആസ് ഓഫ് നൗ ഉള്ളത്. അപ്പൊ അത് കുറച്ചുകൂടെ ഇന്ത്യയിലേക്ക് മൊത്തത്തിൽ എങ്ങനെ എത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ആസ്പെക്ട് ലേൺ ചെയ്യുക എന്നുള്ള ഒരു സംഭവം ആണ് ആക്ച്വലി. അല്ല, ഇപ്പൊ മേക്ക് മൈ പാസിന് കോമ്പറ്റീഷൻ ആയിട്ട് ഈ സൊമാറ്റോടെ ഒരു ഇപ്പൊ വരുന്നില്ല ബൈ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ പിന്നെ ബുക്ക് മൈ ഷോ അപ്പോ ഡിസ്ട്രിക്ട് ആക്ച്വലി ഇപ്പൊ നമ്മളെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ അല്ല ഇന്നവേ. പക്ഷെ അതൊരു ഫ്യൂച്ചർ അതൊരു കോമ്പറ്റീറ്റർ അല്ലേ? അല്ല, ഇതിന്റെ വേറെ ആസ്പെക്ട് എന്താ വെച്ചാൽ ഇപ്പൊ ഓരോ ICP എന്ന് പറഞ്ഞൊരു സെക്ടർ ഉണ്ട്. അപ്പൊ ഐഡിയൽ കസ്റ്റമർ പേഴ്സോണ എന്ന് പറയും. ഇപ്പൊ ഡിസ്ട്രിക്ട് ഫോക്കസ് ചെയ്യുന്നത് മ്യൂസിക്കൽ ഇവന്റ്സിന് വേണ്ടിയിട്ടാണ്. അതായത് കൺസേർട്സ് അങ്ങനത്തെ ഒരു ആസ്പെക്ട് ആണ് അവരുടെ പ്രൈമറി ഫോക്കസ് പറയുന്നത്. നമ്മൾ ആക്ച്വലി അതല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഡയറക്റ്റ് കോമ്പറ്റീറ്റർ അല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നവേ കോമ്പറ്റീറ്റർ ആണ് ഒബ്വിയസ്ലി. അതായത് അപ്പം അതിനൊക്കെ ഒബ്വിയസ്ലി ടാപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അത് പിന്നെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് അതിനെ വേറൊരു രീതിയിൽ അതിനെ കാണാൻ പറ്റും. അതായത് ഇപ്പൊ സൊമാറ്റോ പോലൊരു കമ്പനി അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അതായത് അത്രയും നമുക്ക് ഇതിൽ ടാപ്പ് ചെയ്യാനുള്ള എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഇതിനെ സംഭവം നമ്മൾ ക്രാക്ക് ചെയ്യണം. ഒബ്വിയസ്ലി പറഞ്ഞ അതിന്റെ ഡിസ്ട്രിക്റ്റും ഇപ്പൊ ഇവരൊക്കെ ഇന്നവേ കോമ്പറ്റീറ്ററായി വന്നേക്കാം. ഇപ്പൊ ഇതിൽ 2 സൊല്യൂഷൻ ആണ്. അപ്പൊ ഒന്നെങ്കിൽ
അവരെക്കാൾ ബെറ്റർ ആയിട്ട് ആഫ്റ്റർ എ ടൈം നമ്മൾ മാർക്കറ്റ് ചെയ്ത് വേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മളെ കമ്പനി അവര് നമ്മളെ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സിറ്റ് പ്ലാൻ കേട്ടോ. അതായത് ഇപ്പോ എല്ലാ കമ്പനിക്കും ആ കമ്പനി ഭയങ്കര സൂപ്പർ ആക്കി, അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവരെല്ലാരും ബീറ്റ് ചെയ്ത് കോമ്പറ്റ് ചെയ്ത് വരിക എന്നുള്ള ഒരു എക്സിറ്റ് പ്ലാൻ മാത്രമല്ല, അതായത് നമ്മളെ കമ്പനി നമ്മളെ ഒരു കോമ്പറ്റീറ്റർ, ഒരു ജായിന്റ് കോമ്പറ്റീറ്ററിന് സെല്ല് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര എക്സിറ്റ് പ്ലാൻ ആണ്. കുറെ ഫൗണ്ടേഴ്സ് കമ്പനി തുടങ്ങുന്നത് കമ്പനി സെല് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ വേറൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനോ അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് ആ ആക്ച്വൽ മണി കിട്ടുന്നത് ഈ കമ്പനി സെല്ല് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഷെയർസ് സെല്ല് ചെയ്യുമ്പോഴാണ്. ലൈക്ക് അൺലെസ് ആയിട്ട് ഒരിക്കലും ആ ഒരു ബിഗ് എമൗണ്ട് ഓഫ് മണി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം കമ്പനി സെല്ല് ചെയ്യാന്നുള്ളത് ഒരു പ്രോപ്പർ എക്സിറ്റ് പ്ലാൻ ആണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മളൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല ഇതുവരെ എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും. ആൻഡ് യാ, അപ്പം ആ ഒരു സംഭവമാണ്. ഇപ്പൊ ലൈക്ക് ഹൗ വി ബി ഡിസ്ട്രിക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഒരു പ്രോപ്പർ പ്ലാൻ ഒന്നും ഇപ്പൊ ഇല്ല. ആൻഡ് ഇപ്പത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ട് മാർക്കറ്റാണ് ആക്ച്വലി. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതൊക്കെ പോയാൽ നമ്മളൊരു നല്ല സൈനായിട്ടാണ് കാണുന്നത്. അതായത് അത്രയും മാർക്കറ്റിലുള്ള ഒരു, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണ് എന്നുള്ള ഒരു പോസിറ്റീവ് സൈനാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാവോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഇനീഷ്യലി മേ ബി ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്തോ, ആൻഡ് ലൈക്ക് ആഫ്റ്റർ ദാറ്റ് നമ്പറോ കാര്യങ്ങളോ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ലിങ്കിന്റെ ലിങ്ക് ഞാൻ ഇട്ടോളാം, ഗ്രൂപ്പിൽ ഇട്ടോളാം. ഓക്കെ. ആൻഡ് ലൈക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലൈക്ക് സജഷൻസോ ലൈക്ക് മേ ബി ഐ വിൽ ബി നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ഹെൽപ്പ് ഇൻ ദാറ്റ് ആസ്പെക്ട്. പക്ഷെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഒബ്വിയസ്ലി കണക്ട് ആൻഡ് ലൈക്ക് അങ്ങനെ. പിന്നെ ഇപ്പോ ജനറലി പറയുന്ന സംഭവം, നിങ്ങൾ ആരോടും ഒറ്റൊരാളോട് സജഷൻ ചോദിച്ചിട്ടൊരു സാധനം ചെയ്യരുത്, അല്ലെങ്കിൽ ലൈക്ക് ആള് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചെയ്യരുത്. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ എപ്പോഴും അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആസ്പെക്ട് ആണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം നമ്മളെക്കാട്ടി വലിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത ആൾക്കാരായിട്ടുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, ആൻഡ് അവരോട് ഫ്രീക്വൻലി ഇന്ററാക്ട് ചെയ്യുക, അവരെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ആസ്പെക്ട് ആണ്. അപ്പൊ അത് നമ്മൾ വിഷനെയും ഒക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ആൻഡ് അവരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് നമുക്കും കുറെ ലൈക്ക് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ആ രീതിയിൽ. പക്ഷെ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒറ്റ കാര്യം കൂടി നിങ്ങളത് ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും ഒരു യുക്തി ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുക, നമ്മളെ ആസ്പെക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇയാൾ പറഞ്ഞ കാര്യം എത്രത്തോളം നമുക്ക് റെലവെന്റ് ആണെന്നുള്ളത് നോക്കണം. ആൻഡ് ദെൻ യു ഇംപ്ലിമെന്റ് ദാറ്റ് എന്നുള്ളത് ഞാൻ ജനറലി പറയാം. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞതാണെങ്കിലും, ഞാനിപ്പോ ഇന്ന് പറഞ്ഞതാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. കാരണം ഒന്നും ഇങ്ങനെ വർക്കാവൂ എന്നുള്ള റൂളൊന്നും ഇല്ല. അതായത് പല വഴിയിലും പലതും വർക്കാവും. ചിലപ്പോൾ ഞാൻ പോവാത്തൊരു രീതി ആയിരിക്കും വേറെ ആൾക്ക് വർക്കൗട്ട് ആവുന്നത്. ചിലപ്പോൾ എനിക്ക് വർക്കൗട്ട് ആയ രീതി വേറെ ആൾക്ക് ചിലപ്പോൾ എൻറ്റയർലി ഫെയിലിയർ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഇപ്പൊ ഞാൻ വർക്കൗട്ട് ആയി എന്ന് പറയുന്ന രീതി ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ തന്നെ ഞാനിന് ചിലപ്പോൾ അതിൽ ഫെയിൽ ആക്കാം. അപ്പൊ അങ്ങനെ കുറെ റിയാലിറ്റീസ് ഉണ്ട്. അപ്പം അതെപ്പോഴും ഒരു സെൽഫ് യുക്തി വെച്ചിട്ട് ഡിസൈഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി. ഒബ്വിയസ്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അതൊക്കെ പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള കുറെ ആസ്പെക്ട് ആണ്. എനി മോർ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay. Thank you so much, Shahineka, for taking the time to join us today and sharing the journey of Make My Pass. It was truly inspiring to hear about how it came to life, the insights you've gained along the way, building features actually useful, പിന്നെ സെയിൽസ് സ്ട്രാറ്റജീസിനെ പറ്റി പറഞ്ഞത്, പ്രൊഡക്റ്റ് ഗ്രോ ചെയ്ത് എങ്ങനെ, it was all very insightful. We hope you continue to support us in the future and feel free to join us again for another session of Wednesday Cafe. Once again, thank you. Wishing you and Make My Pass all the best for your continued success. Thank you everyone else for joining us for this session of Wednesday Cafe.
Okay, thank you. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്, ആൻഡ് യാ ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ് ഗൗതം. സ്പെസിഫിക് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ബ്ലെസൻ, ഗുഡ് നൈറ്റ് ബ്ലെസൻ, ടേക്ക് ബൈ കെയർ, ബൈ. സ്വീറ്റ് താങ്ക് യു. ഡ്രീംസ്, താങ്ക് യു. ഡോണ്ട് ലെറ്റ് ദ ബെഡ് ബഡ് സ്മൈൽ.